നമസ്കാരം. പ്രധാന വാർത്തകൾ. സഹന സമരങ്ങൾ ഫലം കണ്ടില്ല. വനിതാ CPO റാങ്ക് ലിസ്റ്റ് കാലാവധി ഇന്നു തീരും. മുട്ടിലെഴിഞ്ഞും കല്ലുപ്പിൽ മുട്ടുകുത്തി നിന്നും ശയനപ്രദക്ഷിണം നടത്തിയും പാട്ടകുലുക്കി ഭിക്ഷയാചിച്ചും സഹനത്തിന്റെ സമരമുറകൾ പലതും പുറത്തെടുത്തിട്ടും ഫലമുണ്ടായില്ല. വനിതാ CPO റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഇന്ന് അവസാനിക്കാനിരിക്കെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരക്കാരുടെ പ്രതീക്ഷയും അകലുകയാണ്. സ്വന്തം രക്തം കൊണ്ടുവരെ സേവ് WPC എന്നെഴുതി തൂക്കിയ സമരക്കാർക്ക് അപ്പോഴെല്ലാം ഉണ്ടായിരുന്ന പ്രതീക്ഷയുടെ തിരുനാമ്പ് ഊതിക്കെടുത്തിയത് മുഖ്യമന്ത്രി പറഞ്ഞ അർഹതയില്ലാത്തവരെന്ന കുത്തുവാക്കായിരുന്നു. കഴിഞ്ഞ 18 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളിൽ പലരുടെയും അവസാന പ്രതീക്ഷയായിരുന്നു ഈ ജോലി. റാങ്ക് പട്ടികയിലെ 1/3 ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് ഇത്തവണ നിയമനം ലഭിച്ചത്. കരയില്ലെന്ന് ഉറപ്പിച്ചാണ് ഇവരിൽ പലരും സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരത്തിനായി എത്തിയത്. എന്നാൽ മടങ്ങുന്നത് മരവിച്ച മനസ്സുമായാണ്. കരയാൻ കണ്ണീർ ബാക്കിയില്ല. കാക്കി എന്ന സ്വപ്നവും അതിനായി ഒഴുക്കിയ കണ്ണീരും വിയർപ്പും സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഉപേക്ഷിച്ചാണ് മടക്കം. ഒഴിവുകൾ സമയത്ത് റിപ്പോർട്ട് ചെയ്യാത്തതിന്റെയും നിയമനങ്ങൾ കൃത്യമായി നടക്കാത്തതിന്റെയും ഇരകളാണ് തങ്ങളെന്ന സങ്കടം പറഞ്ഞിട്ടാണ് ജോലി ലക്ഷ്യമിട്ട് വന്ന ഒരു കൂട്ടം യുവതികൾ മടങ്ങുന്നത്. ഹോട്ടലിൽ നിന്നും ഇറങ്ങിയോടിയതെന്തിന്, എങ്ങോട്ട്? ഷൈൻ ഇന്ന് എല്ലാത്തിനും മറുപടി പറയേണ്ടി വരും. നടൻ ഷൈൻ ടോം ചാക്കോയെ പോലീസ് ഇന്ന് ചോദ്യം ചെയ്യും. എറണാകുളം സെൻട്രൽ ACPയുടെ നേതൃത്വത്തിലാണ് നടനെ ചോദ്യം ചെയ്യുക. തൃശൂരിലെ വീട്ടിലെത്തിയാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പോലീസ് ഷൈൻ ടോം ചാക്കോയ്ക്ക് നോട്ടീസ് നൽകിയത്. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ഷൈൻ ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്നാണ് പിതാവ് അറിയിച്ചത്. കൊച്ചിയിലെ ഹോട്ടലിൽ നിന്നും ഡാൻസ് ഓഫ് എത്തിയപ്പോൾ ഓടി രക്ഷപ്പെട്ട സംഭവത്തിലാണ് ഷൈൻ ടോം ചാക്കോയെ പോലീസ് ചോദ്യം ചെയ്യുക. അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുമെന്നും നിരപരാധിത്വം തെളിയിക്കുമെന്നും ഷൈൻ്റെ പിതാവ് ചാക്കോ മാധ്യമങ്ങളോട് പറഞ്ഞു. കൊല്ലത്ത് വൻ ലഹരിവേട്ട. 109 ചാക്ക് നിറയെ ലഹരി പിടികൂടി. വാഹന പരിശോധനയ്ക്കിടെ പോലീസ് 109 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. ഇന്ന് പുലർച്ചെ 3 മണിയോടെയായിരുന്നു കൊല്ലം വെസ്റ്റ് പോലീസ് ലഹരി പിടികൂടിയത്. വാഹനത്തിൽ ലഹരി കടത്തുകയായിരുന്നു. ഇതിനിടെ പരിശോധന ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ വാഹനം ഡിവൈഡറിൽ ഇടിച്ചു നിർത്തിയ ശേഷം ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു. പ്രതിയെക്കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചു. ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു. വെന്റിലേറ്ററിൽ എയർ ഹോസ്റ്റസിനെ പീഡിപ്പിച്ച കേസിൽ പ്രതിയെ പിടികൂടി. രാജ്യത്തെ നടുക്കിയ വാർത്തയായിരുന്നു എയർ ഹോസ്റ്റസ് വെന്റിലേറ്ററിൽ വെച്ച് ലൈംഗിക പീഡനത്തിന് ഇരയായ സംഭവം. ഗുരുഗ്രാമിലെ സ്വകാര്യ ആശുപത്രിയിൽ എയർ ഹോസ്റ്റസ് വെന്റിലേറ്ററിൽ വെച്ച് ലൈംഗിക പീഡനത്തിന് ഇരയായ കേസിൽ പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തു. ആശുപത്രിയിൽ ടെക്നീഷ്യനായി ജോലി ചെയ്തിരുന്ന ദീപക് എന്നയാളാണ് പിടിയിലായത്. പരാതി നൽകി 5 ദിവസത്തിന് ശേഷമാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. ആശുപത്രിയിൽ വെന്റിലേറ്റർ സഹായത്തിലായിരുന്നപ്പോൾ ലൈംഗിക അതിക്രമം നേരിട്ടെന്ന ഗുരുതര ആരോപണവുമായി എയർ ഹോസ്റ്റസ് രംഗത്തെത്തിയത് രാജ്യത്തെ ഒന്നാകെ ഞെട്ടിച്ചിരുന്നു. 46-കാരിയായ എയർ ഹോസ്റ്റസിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ സദർ പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. സ്ഥിരം പ്രശ്നക്കാരൻ. പോലീസ് കസ്റ്റഡിയിൽ എടുത്തതിന് പിന്നാലെ യുവാവിന്റെ വീട് കത്തി നശിച്ചു. നാട്ടുകാരുമായി സംഘർഷമുണ്ടായതിനെ തുടർന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത ആളുടെ വീടാണ് കത്തി നശിച്ചത്. കോഴിക്കോട് വെള്ളയിൽ സ്വദേശി ഫൈജാസിന്റെ വീടാണ് കത്തിയത്. ഇന്നലെ വൈകുന്നേരം നാട്ടുകാരുമായി ഫൈജാസ് പ്രശ്നമുണ്ടാക്കി. തുടർന്ന് ഇന്നലെ രാത്രി ഫൈജാസിനെ വെള്ളിയിൽ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇന്ന് രാവിലെയോടെയാണ് വീട് കത്തിനശിച്ച നിലയിൽ കണ്ടെത്തിയത്. നാട്ടുകാരാണ് വീട് കത്തിച്ചതെന്ന് സംശയമുള്ളതായി പോലീസ് പറഞ്ഞു. കസ്റ്റഡിയിലുള്ള യുവാവ് ലഹരിക്ക് അടിമയാണെന്നും തങ്ങളുമായി സ്ഥിരം പ്രശ്നമുണ്ടാക്കുന്ന ആളാണെന്നുമാണ് നാട്ടുകാർ പറയുന്നത്. അമ്മയെയും ബന്ധുക്കളെയും എല്ലാം ഇയാൾ മർദ്ദിക്കുമായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു. അയൽവാസികളുമായി സംഘർഷങ്ങൾ പതിവായിരുന്നു. ഫൈജാസ് മാത്രമാണ് വീട്ടിൽ താമസിക്കുന്നത്.